തിരുവാഭരണഭൂഷിതനായ കലിയുഗവരദനെ തൊഴാനും മകരജ്യോതി ദർശനത്തിനുമായി ഭക്തജന ലക്ഷങ്ങളാണ് ശബരിമലയിലും പരിസരങ്ങളിലും എത്തിയിരിക്കുന്നത്. ഭഗവാനെ തൊഴുതിട്ട് മകരവിളക്കിനായി സന്നിധാനത്ത് തുടരുന്ന ഭക്തർ മടക്കയാത്രയ്ക്ക് തിരക്ക് കൂട്ടരുതെന്നും പോലീസ് നിർദ്ദേശം പാലിച്ച് മലയിറങ്ങണമെന്നും പ്രായാധിക്യവും ശാരീരിക അവശതയുള്ളവരും കൊച്ചുകുട്ടികളും ദർശനത്തിന് ശ്രമിക്കരുതെന്നും ദേവസ്വം ബോർഡ് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. തന്ത്രി കണ്ഠർ രാജീവർ, മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് തിരുവാഭരണ പേടകം ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് മഹാദീപാരാധന നടക്കും. ഈ സമയമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. ആകാശത്ത് മകരസംക്രമ നക്ഷത്രവും ദൃശ്യമാകും. ഇന്ന് രാവിലെ 8:45 മകരസംക്രമ പൂജ നടന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച നെയ് ആദ്യ അഭിഷേകവും ചെയ്തു. 15 മുതൽ 17 വരെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാം. 18 കളകാഭിഷേകം. 19 മാളികപ്പുറത്തെ മഹാഗുരുതിയോടെ മകരവിളക്ക് ഉത്സവം സമാപിക്കും. ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസും വനംവകുപ്പും RRFും മറ്റു വകുപ്പുകളും ചേർന്ന് വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മകരവിളക്ക് ദർശനത്തിനായി ഭക്തർ നിറയുന്ന പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലടക്കം സുരക്ഷയ്ക്കായി 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 8 ഡിവൈഎസ്പിമാരും 19 ഇൻസ്പെക്ടർമാരും സംഘത്തിൽ ഉൾപ്പെടുന്നു. പുറമെ 150 പ്രത്യേക ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട്. വാഹനാപകടം, ഗതാഗത തടസ്സം എന്നിവ ഉണ്ടാകാതെ നോക്കാൻ ഓരോ ജംഗ്ഷനിലും കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ നിയോഗിച്ചു. റവന്യൂ വകുപ്പിന്റെ സഹായത്തോടെ 40 അസ്ക ലൈറ്റുകളും വിന്യസിച്ചിട്ടുണ്ട്. ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് അറിയിച്ചു. മകരവിളക്ക് ദർശനത്തിന് ശേഷം പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകരെ കൊണ്ടുവരുന്നതിന് KSRTC 800 ബസ്സുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ 155 ബസ്സുകളാണ് എരുമേലി വഴി തീർത്ഥാടകരുമായി എത്തുന്നത്. കുമളി കോഴിക്കാനം റൂട്ടിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ 50 ബസ്സുകൾ KSRTC തീർത്ഥാടകർക്കായി സർവീസ് നടത്തും. 10 ബസ്സുകൾ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉപയോഗിക്കാനും ക്രമീകരിച്ചിട്ടുണ്ട്. പുല്ലുമേട്ടിൽ മെഡിക്കൽ ക്യാമ്പും ആരംഭിച്ചിട്ടുണ്ട്. കുമളി, വണ്ടിപ്പെരിയാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 24 മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്നു. 2 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ് സേവനവും സജ്ജമാക്കിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.